എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ എന്റെ ഫ്രൂട്ട് പ്ലാന്റിന്റെ തോട്ടത്തില് മട്ടോ മരത്തിന്റെ അടുത്താണ് നിക്കണത്. അപ്പൊ 4 വർഷം മുമ്പാണ് നമ്മ എല്ലാ ഫ്രൂട്ടും നട്ട കൂട്ടത്തിൽ ഒരു മട്ടോവയുടെ തൈയും കൂടെ മേടിച്ച് നട്ടത്. അതിപ്പോ ഈ വർഷം കായ്ച്ചിട്ടുണ്ട്. അതിപ്പോ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ മട്ടോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിദേശ ഇനം ഫ്രൂട്ടാണ് മട്ടോവ. കണ്ട ഇതേപോലെയാണ് മട്ടോവ കായ്ച്ചു കിടക്കണത്. അപ്പൊ ഞാനും മട്ടോയുടെ ഫ്രൂട്ട് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടാ. അപ്പൊ ആദ്യമായിട്ടാണ് ഇനിയിപ്പോ. അപ്പൊ ഇത് 2 തരത്തിലുള്ള മട്ടോവ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഗ്രീൻ കളറും പർപ്പിൾ കളറും. നമുക്കിത് പഴുക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഏത് കളറാണെന്നുള്ളത്. അപ്പൊ നിറച്ച് പൂവിട്ടിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മരം എന്ന് പറഞ്ഞാല് മരം ഇട്ട് പോണാണ് മട്ടോവ. വളരെ ഉയരത്തിൽ വളരണ ഒരു മരമാണ്. നമ്മ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ തടി ഉപയോഗിക്കും. പക്ഷെ ഈ മരത്തിൽ നിന്ന് ശാഖകൾ പോയിട്ട് ആ ശാഖകള് താഴേക്ക് വന്നായിരുന്നു നമുക്കിപ്പോ താഴേനെ കായ്ച്ചു കിട്ടിയത്. കണ്ട ഇതിപ്പോ താഴേക്ക് പോയ കമ്പുകളെല്ലാം തന്നെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലെയാണ് മട്ടോയുടെ ഫ്രൂട്ട് ഇരിക്കണത്. മട്ടോയുടെ ഫ്രൂട്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ബ്ലഡ് പ്രഷറൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ നല്ലതാണ്. ചർമ്മ സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് മട്ടോവ. പിന്നെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ 3 വർഷം തുടങ്ങിയത് കായ്ച്ചു തുടങ്ങുമെന്ന് പറയുന്നുണ്ട് മട്ടോവ. അപ്പൊ നമുക്ക് അധികം നാളൊന്നും കാത്തിരിക്കേണ്ടി വരൂല. കുരുമുളപ്പിച്ച തൈകളായാലും നട്ടുകൊടുത്താൽ മതി. സ്ഥലമുള്ളവർക്കൊക്കെ നടാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് മട്ടോവ. കണ്ട ഇതിന്റെ ശാഖകള് പോയ സ്ഥലത്ത് എല്ലാ ശാഖകളുടെ തടിമലൊക്കെ ഇങ്ങനെ കായ്ക്കും. കണ്ട മട്ടോയുടെ ഫ്രൂട്ട് കണ്ട ഈ കമ്പ് കണ്ട കമ്പുമലൊക്കെ ഫ്ലവർ ചെയ്തിട്ട് അതിലൊക്കെ കായ് ഉണ്ട്. അപ്പൊ പൂക്കൊലകള് വിടർന്നു കഴിഞ്ഞാല് ആൺപൂക്കളും പെൺപൂക്കളൊക്കെ ഉണ്ടാവും ഒരു കൊലയിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പരാഗണത്തിനൊന്നും ഒരു പ്രശ്നമില്ലാത്തൊരു ഫ്രൂട്ടാണ് മട്ടോവ. അപ്പൊ ഇതേപോലെ ആണ് മട്ടോവ കായ്ച്ചു കിടക്കണത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് കമ്പുകളിൽ ഈ പ്രാവശ്യം കണ്ട ഇതിന്റെ കമ്പുകൾ ഇങ്ങനെ പോയത് കൊണ്ട് എല്ലാ കമ്പുകളും തന്നെ കായ്ച്ചിട്ടുണ്ട്. കണ്ട അപ്പൊ പുളിയുറുമ്പ് ഉണ്ട്. കണ്ട പുളിയുറുമ്പ് ഉള്ളത് നല്ലതാണ്. ഈ മറ്റുള്ള കീടങ്ങളെയൊക്കെ തിന്ന് നശിപ്പിക്കുമല്ലോ. അപ്പൊ പുളിയുറുമ്പിന്റെ കൂടുകളും ഉണ്ട് നിറച്ച്. നമ്മുടെ മട്ടോവ നമ്മ ആദ്യമായിട്ടാണ് നമ്മിപ്പോ മട്ടോവ കഴിക്കാൻ പോണത്. ഇത് പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാം മട്ടോടെ. കണ്ട പിന്നെ ഇതിന്റെ കട നല്ല ഉയരത്തി പോയേക്കാണ് മട്ടോട മരം. എന്റെ തടിയാണ് ഈ കാണുന്നത്. കണ്ട നല്ല ഉറപ്പുള്ളതാണ് ഈ മട്ടോടെ തടി. അപ്പൊ ഇതേപോലെ ഉയരത്തിൽ പോയേക്കാണ്. അപ്പൊ നമുക്ക് ഉയരത്തിൽ പോണേന് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്കിത് വെട്ടി നിർത്താൻ പറ്റും. അപ്പൊ വെട്ടി നിർത്തി കഴിഞ്ഞാൽ അധികം ഉയരത്തിൽ പോകൂല. ശാഖകളായിട്ട് ഇതേപോലെ നമുക്ക് താഴെ നിന്ന് പറിക്കാനൊക്കെ പറ്റും. ഇതിപ്പോ നമുക്ക് ഈ പ്രാവശ്യം കായുണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് മുകൾ ഭാഗം നമുക്ക് വെട്ടി നിർത്തണം. പിന്നെ ഇതിന്റെ ഇലകൾ കണ്ടില്ലേ, ഇലകള് നല്ല നീളത്തിലുള്ള ഇലകളാണ്. കണ്ട ഇതേപോലെയാണ് ഇതിന്റെ ഇലകൾ ഇരിക്കണത്. തണ്ട് കണ്ട തണ്ട് നല്ല ഉറപ്പ്. പേരയുടെയൊക്കെ നമ്മുടെ ഏകദേശം പേരയുടെയൊക്കെ കമ്പ് പോലത്തെ കമ്പാണ് ഈ മട്ടോയുടെ കമ്പ്. നമുക്ക് ഈ മരത്തുമ്പോ കേറാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒടിയൂന്നൊന്നും പേടിക്കണ്ട കയറി പറിക്കാനൊക്കെ. പക്ഷെ നമുക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കായ നമുക്ക് പണിയാണ് കിട്ടാനായിട്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ മട്ടോവ നടുമ്പോ നമുക്കൊന്ന് വെട്ടി നിർത്തി കഴിയണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പൊട്ടിക്കാൻ. ഇതേപോലെ കായ്ച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മട്ടോവയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കായ്ക്കും മനസ്സിലായില്ല. അപ്പൊ നമുക്ക് മട്ടോയുടെ മരവും വീട്ടിൽ നട്ടുകൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാന്ന് പറയുന്നുണ്ട് മട്ടോവ. നമുക്കിത് തോട് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുരു ഉണ്ട്. ആ കുരു കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ ആ കുരു നമുക്ക് പാകി മുളപ്പിക്കാനായിട്ട് എടുക്കുകയും ചെയ്യാം. കുരു പാകി മുളപ്പിച്ച തൈ നിങ്ങൾ നട്ടാൽ മതി. നഴ്സറികളിൽ നിന്നൊക്കെ ഇന്ന് നമുക്ക് ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും നഴ്സറിയിൽ നിന്ന് മറ്റുള്ള ഫ്രൂട്ട് നടണ കൂട്ടത്തിൽ ഒരു മട്ടോയുടെ ഫ്രൂട്ടും കൂടെ മേടിച്ച് ഫ്രൂട്ടിന്റെ മരവും കൂടെ മേടിച്ച് നട്ടോ. നമുക്കിപ്പോ മനസ്സിലായല്ലോ നമ്മുടെ നാട്ടിൽ കായ്ക്കണതുമാണ്. എളുപ്പത്തിൽ അധികം നാൾ കാത്തിരിക്കേണ്ട. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മ മാംഗോസിനൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 8 വർഷമൊക്കെ വേണം, 7-8 വർഷമൊക്കെ വേണം മാംഗോസ്റ്റും കായ്ക്കാൻ. പക്ഷെ ഇതൊരു 3 വർഷം കഴിയുമ്പോ തന്നെ നമുക്ക് കായ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ സ്ഥലം കുറച്ചധികം വേണം കേട്ടാ മട്ടോയുടെ പ്ലാന്റ് വളർത്താനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ വെട്ടി നിർത്തുമ്പോ ഇതിന്റെ ശാഖകൾ ഇങ്ങോട്ട് സൈഡിലേക്കൊക്കെ പോകുമല്ലോ. അപ്പൊ അത് വളരാനുള്ളൊരു സ്ഥലം ഇവിടെയാന്ന് വെച്ചാല് നമ്മുടെ ഫ്രൂട്ട് മരത്തിന്റെ ഇടകളിൽ കൂടെ പോയേക്കാണ് കമ്പുകള്. നിങ്ങൾ കണ്ടില്ല നമ്മുടെ ഫ്രൂട്ടിന്റെ തോട്ടമാണ് കാണുന്നത്. അതിന്റെ ഇടകളിൽ കൂടിയാണ് ഈ കമ്പുകളൊക്കെ പോയേക്കണത്. പക്ഷെ കമ്പുകൾ പോയെങ്കിൽ കൂടിയും എല്ലാ കമ്പുകളും തന്നെ കായ്ച്ചിട്ടുണ്ട്.
അപ്പൊ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണോട്ടോ മട്ടോവ നടാനായിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് കായൊക്കെ കിട്ടുള്ളൂ. തണലാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കായ കിട്ടൂല. പിന്നെ നമുക്കിത് മണ്ണിൽ തന്നെ നടണം മട്ടോവയുടെ മരം. നമ്മൾ ഡ്രമ്മിലൊക്കെ നടാണ്ടിരിക്കുന്നത് നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ പോണാരം നമുക്ക് മണ്ണിൽ സ്ഥലമുള്ളവർക്ക് മണ്ണിൽ നടാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. ഇപ്പൊ ഫ്ലവർ ചെയ്തിട്ട് 1 മാസത്തെ കായകളാണിത്. എത്ര മാസമാണെന്ന് അറിയില്ല ഇതിന്റെ വിളവെടുപ്പിന്റെ കാലാവധി. അപ്പൊ വിളവെടുക്കുന്ന സമയത്ത് നമ്മ വീഡിയോ ചെയ്യട്ടെ. അപ്പൊ നമുക്കറിയാം ഇത് ഏത് കളറാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ തൈകളൊക്കെ ഇന്ന് എല്ലാ നഴ്സറികളിലും മേടിക്കാൻ കിട്ടും. പല വലിപ്പത്തിലുള്ള തൈകൾ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലുള്ള തൈകൾ മേടിച്ച് നടാ. പർപ്പിള് കളറുള്ളതാണ് ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. പർപ്പിള് കളറുള്ള മട്ടോവ. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞ നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാം. അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.